കണക്കിൽ കുരുക്കി അങ്ങ് പോയി. കണക്ക് രാവിലെ തുടങ്ങിയ കണക്ക് വൈകുന്നേരം കണക്ക് മാത്രമല്ല ആദ്യം റിപ്പോർട്ട് ഇങ്ങനെയാണോ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നീടാണ് കണക്കിൽ കയറി പിടിച്ചത്. ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് ഒരു സംഘടനയുടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. സംഘടനയുടെ ജനറൽ ബോഡിക്ക് ഒരു നടപടിക്രമമുണ്ട് അല്ലേ? സ്വാഗതം, നമ്മുടെ മരിച്ചുപോയ അനുശോചനം, അനുസ്മരണം, അത് കഴിഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗം, റിപ്പോർട്ട് അവതരണം അല്ലേ? റിപ്പോർട്ട് അവതരണം, കണക്ക് അവതരണം, ഇതങ്ങനെയാണ് വരിക. അതിൽ റിപ്പോർട്ട് അവതരണം എന്ന് പറയുന്നത് സെക്രട്ടറി വന്നിട്ട് ഈ പറയുന്ന ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും കൊടുത്തിട്ടില്ല, അതൊക്കെയാണ് വിഷയം. കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുക, അത് കഴിഞ്ഞ് ട്രഷറർ വന്ന് കണക്ക് അവതരിപ്പിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച വരുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് അവതരണ സമയത്ത് തന്നെ റിപ്പോർട്ട് അവതരണത്തിൽ അതിൻ്റേതായ രീതിയിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കണക്ക് അവതരിപ്പിക്കും. കണക്കിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം പറയുന്നു, ട്രഷറർ പറയുന്നു, എന്നെ മാറ്റി നിർത്തിയതുകൊണ്ട് എനിക്ക് കണക്കിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല, കമ്മിറ്റിയിൽ തന്നെ ഉള്ള ആൾ പറയുന്നു, ഞാൻ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ കമ്മിറ്റിയിൽ തന്നെ പല തട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘടനാപരമായി ഭയങ്കര തെറ്റാണ്. അത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇവരതിന് മുന്നേ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ പറയാതെ അതിന് മുന്നേ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ട്രഷററെ വിളിച്ചു വരുത്തി ട്രഷററോട് ഈ കണക്കിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാനുള്ള കണക്കുണ്ടാക്കണമായിരുന്നു. ഉണ്ടാക്കി അത് കണക്ക് കൃത്യമാക്കി അത് അവതരിപ്പിക്കാനുള്ള രീതിയിലാക്കി ട്രഷററെ നിർത്തണമായിരുന്നു. ട്രഷററെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും ബൈലോയിലൊന്നുമില്ല. അങ്ങനെ ട്രഷററെ അവധിക്ക് വിടുന്നത് അത് എന്ത് ന്യായമാണ്? എന്തെവിടുത്തെ പരിപാടിയാണ് ട്രഷററെ അവധിക്ക് വിടുന്നത്? ജനറൽ ബോഡിയല്ലേ വരാൻ പോകുന്നത്. ജനറൽ ബോഡി വരാൻ പോകുമ്പോൾ ട്രഷററെ അവധിക്ക് വിടുന്നത് എങ്ങനെയാണ്? ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിക്കണമെന്ന് അറിയാമല്ലോ, ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് സെക്രട്ടറിയും തയ്യാറാവണമായിരുന്നു. ട്രഷററെയും വിളിച്ചു വരുത്തി ഈ പറയുന്ന കണക്ക് അവതരിപ്പിക്കാനും തയ്യാറാക്കണമായിരുന്നു പ്രസിഡന്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം അയാളെ അവധിക്ക് വിട്ടു. ഇപ്പോൾ പറയുന്ന അബ്സ്കോണ്ടിങ് ആണത്. പക്ഷെ ഞാൻ ഉണ്ണിയോട് ഞാൻ സംസാരിച്ചു. ഉണ്ണി പറയുന്നത് ഞാൻ കൃത്യമായിട്ട് സംഘടനയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പുള്ളി ലണ്ടനിലായിരുന്നു എന്നുള്ള ശരി. ഞാൻ ചോദിക്കും, ലണ്ടനിലായിരുന്നാൽ എന്താണ് പ്രശ്നം? ലണ്ടനിലായിരുന്നെങ്കിലും അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ നീക്കിക്കൂടെ? ഇതെന്തോ അങ്ങനെ വലിയ ഈ മറ്റേ നമ്മുടെ എന്താണ് ഇപ്പോൾ നന്ദിലത്ത് ജി മാർട്ട് പോലെയും അങ്ങനെയുള്ള കടകളിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്ന പോലത്തെ കണക്കൊന്നുമില്ലല്ലോ. അല്ല, അത് ഇടവളച്ചേട്ടൻ പറഞ്ഞ പോലെ ചായപ്പൊടി മേടിക്കണോ ഇതൊക്കെ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഡെയിലിയുള്ള കണക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേ ലക്ഷക്കണക്കിന് എൻട്രി ഒന്നും ഇല്ലല്ലോ. ഡെയിലിയുള്ള ചായപ്പൊടി മേടിച്ച് മറ്റേ മനസ്സിലായി ഇതുള്ളൂ, അവിടെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് കയ്യിലെടുത്ത് കൊടുത്തിട്ട് അവിടെ ഇടണത്. ചെറിയ പൈസ മറ്റെല്ലാം ബാങ്കിലല്ലേ, പെട്ടെന്ന് എഴുതി വെക്കാം. അതെ. പക്ഷെ ഇവിടെ എല്ലാം പരാജയം എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമായി. അതാ ഞാൻ പറയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ സംഭവിച്ചത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്, വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. അല്ലെങ്കിൽ പ്രസിഡൻ്റായിരുന്ന ശ്വേതാ മേനോൻ ഇങ്ങനെ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സംഘടനാപരമായിട്ട് അതിനെ വൈകാരികമായി എടുക്കരുത്. ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ശ്വേതയുടെ രാജിയോടും മറ്റേ മല്ലിക ചേച്ചിയുടെ രാജിയോടും ഞാൻ യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ലക്ഷ്മിപ്രിയയുടെ രാജിയോടും. ലക്ഷ്മിപ്രിയ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഇതിപ്പോൾ ഒളിച്ചോടലായിട്ട് നമുക്ക് തോന്നുന്നു രാജിവെച്ചത് അല്ലേ? ലക്ഷ്മിപ്രിയ ഒളിച്ചോടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് രാജിവെക്കുകയല്ല വേണ്ടത്. എന്തൊരു മര്യാദയാണ് രാജിവെക്കുക എന്ന് പറയുന്നത്. മല്ലിക ചേച്ചി എന്തിനാണ് രാജിവെച്ചേ? മല്ലിക ചേച്ചിയും അത്രയും സീനിയറായിട്ടുള്ളൊരു ഒരു അമ്മയല്ലേ അവർ? നമ്മുടെ അമ്മയല്ലേ, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയല്ലേ അവർ നിന്ന് മക്കളെടാ നിങ്ങൾ മര്യാദക്ക് ഇക്കടാ എന്ന് പറഞ്ഞ്, ഞാൻ പറയുന്നത് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും വിളിച്ചുകൊണ്ട് വരണം, അത് കൂടെ നിൽക്കണം എന്ന് പറയണം. അതാണ് വേണ്ടത്. മല്ലിക ചേച്ചി ചെയ്യേണ്ട അതാണ്. 2 മക്കളുണ്ടല്ലോ അമ്മയിലെ 2 മക്കളും അവരുടെ മക്കളല്ലേ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ രാജിവെച്ചിട്ട് അങ്ങ് പോവുകയാണോ വേണ്ടത്? അല്ലല്ലോ. അവർക്ക് ഞങ്ങളെ ഈ അമ്മയിലെ മറ്റ് മക്കളെ തല്ലാനും
നേർവഴിക്ക് നടത്താനുമുള്ള ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്, അല്ലേ? അവർ അത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് മല്ലി ചേച്ചി അതാണ് ചെയ്യേണ്ടത്. ഞങ്ങളെല്ലാവരെയും നേർവഴിക്ക് നടത്താൻ ഉത്തരവാദിത്വമുള്ള ആളാണ്, അത് ചെയ്യണം. അതുപോലെ എല്ലാവരും, മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഒരു വടിയെടുത്തിട്ട് പറയുവാണ് ആവശ്യമില്ലാത്ത വേണ്ട, ശ്വേതയോട് പറയണം നീ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് പറയണം, അതാണ് വേണ്ടത്. അങ്ങനെ ആരെയും വിട്ടുകളയരുത്. ഇവരെല്ലാവരെയും കൊണ്ടുവരണം, ഇവരെ ഈ രാജിയൊന്നും സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അമ്മ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആരെയും, എന്തായാലും ഇപ്പോൾ അഡോ കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിയിൽ അവരെ അമ്മ സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് നേതൃസ്ഥാനം കൈമാറി ഇവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടി അമ്മയെ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ആഗ്രഹം. ഞാനും അമ്മയായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നു, എനിക്കും അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഓർമ്മകൾ, നമ്മുടെ യാത്രകൾ പറഞ്ഞു. എനിക്കൊന്ന് കുറേ മണിക്കൂറുകൾ സംസാരിച്ചു. ഓക്കെ, അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് ആ ഒരു എപ്പിസോഡായിട്ട് പോട്ടെ. അച്ഛൻ്റെയും യാത്രയെ കുറിച്ചുള്ള അത് മറ്റൊരു എപ്പിസോഡുമായിട്ട് പോട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി തുറന്നു പറഞ്ഞതിൽ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്.